എങ്ങനെയുണ്ടാ? ഉഷാറായിട്ടില്ലേ? ആ അതെ. ആ അല്ല ജമാൽക്ക, ഇന്നാ കള്ളന്മാര് വരുവാ. ആ ഇന്നാ കള്ളന്മാർ വന്നിട്ടുണ്ട്. ഓനെ നമുക്ക് പിടിക്കണം. എന്തൊരു കള്ളനാടാ അത്! നേന്ത്രപ്പഴം, മുട്ട, നല്ല നല്ല സാധനങ്ങളെ വേണ്ടൂ. റൊട്ടിയും പന്നൊന്നും കണ്ണു പിടിക്കൂല. നല്ല ഫസ്റ്റ് ആ കള്ള. അതെ, ഇന്നൊന്റെ അവസാനായിരിക്കും. ഇന്ന് എന്തായാലും പിടിക്കണം. ഇന്റെ പൂത്ത പന്നും റൊട്ടിയും തിന്നാൽ ഓന്റെ വയറ്റ് നുളവെന്ന് ഓൻ അറിയാടോ. എന്നിട്ട് എന്റെ പന്നു റൊട്ടി നല്ലോണം മുക്കി നക്കലുണ്ടല്ലോ നമുക്ക്. അതിന്റെ പൈസ എത്ര തരാണ്ടേ? ശരിക്കും ഓനല്ല കള്ളം, നീയാ. ചൂടാവല്ലേ ജമാൽക്ക, ഓനൊരു തമാശ പറഞ്ഞല്ലേ, നമുക്ക് കള്ളനെ പിടിക്കണ്ടേ? മിണ്ടല്ല. അതാ. എടാ, ഹംക്കെ, ഇങ്ങോട്ട്. എടാ, നാരായണ, ഇങ്ങ് വാ. വാ. മിണ്ടല്ല, മിണ്ടല്ല, ഒച്ചയാക്കല്ല. ഓന്റെ ജമാലെ വേണ്ട, നിർത്ത്. തമ്പുരാൻ വന്നിട്ട് അവൻ പിടിച്ച് കെട്ടടാ രണ്ടിനും. തമ്പുരാനെ, അതിസാഹസികമായിട്ട് രണ്ടിനും പിടിച്ചു കെട്ടിയത്. ആരാ ഇവരെ കെട്ടിയിട്ടത്? ഞാനാ തമ്പുരാനെ. അഴിച്ചുവിടുക. കള്ളം മറന്നു. പറഞ്ഞതനുസരിച്ചാ മതി. വാടാ, വേഗയ്ക്ക് വേഗം. നിങ്ങൾ എവിടുന്നാ? ഞങ്ങള് കുറച്ച് ദൂരെന്നാ. എന്തിനാ മോഷ്ടിച്ചത്? അത് കുറ്റാണെന്നറിയില്ലേ? വിശന്നിട്ട തമ്പുരാനെ, സഹിക്കാൻ പറ്റാതായപ്പോ മറ്റൊന്നും ചിന്തിച്ചില്ല. മാപ്പാക്കണം. എങ്കിലും മോഷ്ടിക്കാൻ പാടില്ലായിരുന്നു. സത്യം പറഞ്ഞ ഞങ്ങൾ മോഷ്ടിച്ചതല്ല. ഇതാ, ഞങ്ങൾ എടുത്തതിലും കൂടുതലുണ്ട്. ഇതെന്റെ ഭാര്യയാണ്. കൂടെ പൊറപ്പിച്ചതിന്റെ കുറ്റത്തിന് ഞങ്ങൾ ഇന്ന് ഒളിവിലാണ്. ഇന്ന് മുഴുവൻ പട്ടിണിയിലാണ് തമ്പുരാനെ. ഇതൊരു നന്മയുള്ള നാടാണെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാ വന്നത്. ഇവിടെ വന്ന് നോക്കിയപ്പോ കട പൂട്ടാറില്ലെന്ന് മനസ്സിലായി. വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാ. മാപ്പാക്കണം. എന്നെ ശിക്ഷിച്ചോളൂ. ഇയാള് ഗർഭിണിയ, വെറുതെ വിടണം. ജമാലെ, പരാക്രമ സ്ത്രീകളോടല്ല, നമ്മുടെ നാടിനെ കുറിച്ച് അറിഞ്ഞു വന്നവരായില്ലേ. ഇങ്ങനെ ഒരു സ്വീകരണം കൊടുത്തത് ശരിയായില്ല. ഈ നാടിന്റെ മഹിമ കളഞ്ഞല്ലോ നീ. ക്ഷമിക്കണം തമ്പുരാനെ. ആ, എന്താ നിങ്ങളുടെ പേര്? കുട്ടപ്പായി. ഇത് വിനീത. എന്താ തന്റെ ജോലി? കൊല്ലപ്പണിയാണ് തമ്പുരാനെ. മാറി കൊടുക്കാൻ വസ്ത്രങ്ങളുണ്ടോ? ഓ, വയ്യാത്ത പെണ്ണിനെ കൊണ്ട് ഇനി ഊരു ചുറ്റാൻ നിൽക്കണ്ട. തറവാട്ടിലേക്ക് വരാം.
രാവിലെ ഒരു ഒച്ചപ്പാടും ബഹളോ? ഒന്നും പറയണ്ട, ഈ നാട്ടിൽ നീ മാത്രമേ അറിയാണ്ടുള്ളൂ. തക്ക സമയത്ത് തമ്പുരാൻ വന്നോണ്ട് അവർ രക്ഷപ്പെട്ടു. ആര് രക്ഷപ്പെട്ടു? അതേടി, രാത്രിയിൽ കക്കാൻ കയറിയെന്ന് പറഞ്ഞ് ഒരു ചെക്കനെ പെണ്ണിനെ ജമാൽ പിടിച്ച് മരത്തി കെട്ടിയിട്ട് കണ്ണി ചോരയില്ലാത്ത പണിയല്ലേ ചെയ്തത് ശൈത്താൻ. അതേടോ, ഒരു കെറുപ്പക്കാറ്റി പെണ്ണാന്ന് കണ്ട ഓൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അയ്യോ, എന്നിട്ട് ഐറ്റിങ്ങളേടെ? തമ്പുരാന്റെ പൊരയിലുണ്ട്. ഓ, പെണ്ണിനെ കാണണ്ടിയ എന്തൊരു ചൊങ്കത്തിയാന്നറിയോ. ചെക്കനാണെങ്കിൽ ഒരു മാക്കൊട്ടെ. മാക്കാച്ചിന്ന് കേട്ടിട്ടുണ്ട്. എന്നാ പിന്നെ അതിനെ കണ്ടിട്ടെന്നെ കാര്യം. പോടാ ഓടിക്കോടാ, വേഗം ഓടിക്കോടാ. അല്ലല്ല, ഈറ്റിങ്ങൾ ഇങ്ങോട്ട് ഓടിപ്പോന്ന് പറഞ്ഞാലും കേൾക്കൂലേ? അല്ല, താനെ അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാ? ഇതൊരു വലിയ വീടല്ലേ? തമ്പുരാനെ കാണാൻ ഒരുപാട് പേര് വരുന്നതല്ലേ? തമ്പുരാനെ കാണാൻ വരുന്നതിന് താൻ എന്തിനാ ഒരുങ്ങുന്നേ? നമ്മളും ഈ നാട്ടിൽ പുതിയതല്ലേ, നമ്മളെ കാണാൻ ആരെങ്കിലൊക്കെ വന്നാലോ? ഉം. ഇവിടെ ഉള്ളവരുടെയൊക്കെ ഒരു ഭാഗ്യല്ലേ? എനിക്ക് ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ ശ്വാസം മുട്ടിട്ട് വയ്യ. എന്തെങ്കിലും ഒരു പണി കിട്ടിയിരുന്നെങ്കിൽ. നിനക്കറിയാലോ, എനിക്ക് വെറുതെ ഇരിക്കാനാവില്ലെന്ന്. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാലൊന്നും ആലോചിക്കാം. പോകാനോ? എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും ഒരു പണി കിട്ടുന്ന നാട്ടിൽ, എന്നിട്ട് ഒരു കൂര കെട്ടണം. എത്ര കാലമെന്ന് വെച്ചാ ഈ അവതാരം പറ്റി ജീവിക്കുക. തമ്പുരാനെ നമ്മളോടുള്ള അരിവ് തീർന്ന ഇറങ്ങേണ്ടി വരില്ലേ? കുട്ടേട്ടൻ എന്തായാലും പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി തമ്പുരാന്റെ കൺവെട്ടത്ത് ഒന്ന് ചുറ്റിപ്പറ്റി നടക്കുക. എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. ഉം. പിന്നെ ഈ തേങ്ങയൊക്കെ എന്തിനെങ്ങനെ പൊതിക്കാതെ കൂട്ടിയിട്ടിരിക്കുന്നത്? പാരൊക്കെ മൂർച്ചയില്ലാന്ന് പറഞ്ഞിട്ട് ദാമോട്ടൻ ഇട്ടിട്ട് പോയതാ. ഇനി വന്നാ വന്ന്. ദാമോട്ടന്റെ കാര്യല്ലേ. അണേ, ഇതാണ് മാക്കുട്ടന്റെ വീട്. എടാ, മാക്കോട്ടനെ കാണുന്നില്ലല്ലോ. എന്താ? എടാ, മാക്കുട്ടനോട് ഇല്ലടാ, ഓടിക്കോ, എല്ലാരും ഓടിക്കോ. ഇടം വരെ വന്ന് അതിലോട്ട് ഓടിക്കോ, വേഗം അതിലോട്ട് തുള്ളി ഓട്. ആ, താൻ ആള് കൊള്ളാലോ, നന്നായി. എന്താ പേര്? കുട്ടപ്പായി. ആ, തമ്പ്രാൻ പറഞ്ഞിരുന്നു. കുട്ടപ്പായ്ക്ക് ഈ നാട്ടിനെ കുറിച്ചൊക്കെ അറിയാവോ? ആ.
ഈ നാടിനൊരു ചരിത്രമുണ്ട്, ആ. ഒരു പാരമ്പര്യമുണ്ട്. തലമുറകളായിട്ട് ഈ നാട് ഭരിച്ചിരുന്നത് പടനിലത്ത് തറവാട്ടുകാരാണ്. കള്ളവും കളങ്കവും ഇല്ലാത്ത മാവേലി തമ്പുരാന്റെ കാലത്തെ പോലെ ഒരു ഭരണം. ആർക്കും ഒരല്ലലുമില്ല, പ്രശ്നമില്ല. എന്താ നിർത്തിയേ? ഒന്നുമില്ല. ഞാൻ കുട്ടപ്പായിക്ക് നമ്മളെ നാട്ടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതറിഞ്ഞിട്ടാണല്ലോ കുട്ടപ്പായിയോട് വന്നേ, അല്ലേ കുട്ടപ്പായി? ആട്ടെ, ഇനി എന്താ ഭാവം? പോണോന്ന് വിചാരിക്കുന്നു. എങ്ങോട്ട്? സ്വന്തമായിട്ട് ഒരു തൊഴിലറിയാം, അതെടുക്കാൻ സൗകര്യം കിട്ടുന്ന ഏതെങ്കിലും നാട്ടിലേക്ക്. തമ്പ്രാൻ ഇത് കണ്ടോ? മൂർച്ചയില്ലാന്നും പറഞ്ഞ് തേങ്ങ പൊതിക്കാതെ ദാമു ഇട്ടേച്ച് പോയതാ. ഈ വിദ്വാൻ ചില പൊടിക്കൈകളൊക്കെ ചെയ്ത് മൂർച്ച കൂട്ടി. അതും പോരാഞ്ഞിട്ട് തേങ്ങ പൊതിക്കാനും തുടങ്ങി. 2 വർഷം മുമ്പേ ഇവിടുത്തെ കൊല്ലപ്പണിക്കാരനായിരുന്നു ഗോപാലൻ, മരിച്ചു. ഇപ്പോൾ പണിക്കാരുടെ ആയുധങ്ങൾ മൂർച്ചയാക്കാൻ കിലോമീറ്ററുകൾ കടന്ന് പട്ടണത്തിൽ ചെന്നിട്ട് വേണം ചെയ്യാൻ. തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നാട്ടിൽ തന്നെ നിൽക്കാം. എന്താ കുറുപ്പേ? പിന്നല്ലാണ്ട്. നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന പുരയുടെ ഇല്ല, ആ അതൊന്ന് നന്നാക്കിയിട്ട് ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും. ഓ പണിയാനുള്ള ആലയും. ഓ ശരി. തൽക്കാലത്തേക്കല്ല, പുരയിടം ഇരിക്കുന്ന 5 സെന്റ് മണ്ണും ഇവർക്ക് എഴുതി കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ഓ ചെയ്യാം. ശരി. എന്താ ശോഭ പ്രശ്നം? ഭയങ്കര മേലുവേദന. രാത്രി ഒട്ടും ഉറക്കില്ല. തലകറക്കം പോലെ തോന്നുന്നു. അശോകൻ എവിടെ? പുറത്തുണ്ട്. അശോക, ഓ ഇരിക്കെ. ആ. ഇപ്പോഴും മണൽ വാരല് തന്നെയാണോ ജോലി? അതെ. മദ്യപാനോ? ഇതേ 1 വീതം 3 നേരം കഴിക്കുക. നോക്കണ്ട, നിനക്കുള്ളത് തന്നെയാ. അതിന് എനിക്കല്ലല്ലോ അസുഖോ, ഇവക്കല്ലേ? ആർക്കാന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ശോഭയ്ക്ക് തൽക്കാലം ഒരു കുഴപ്പമില്ല. നീ രാത്രി മൂക്കറ്റം കുടിച്ചു വരുന്നതാ കുഴപ്പം. അവളെ നോക്കൊന്നും വേണ്ട. ആദ്യത്തെ ഗുളിക കള്ളുകൂടി നിർത്താൻ, 2ാമത്തെ നീ ഉറങ്ങാൻ. നീ ഉറങ്ങിയാ അവളും ഉറങ്ങിക്കോളും. പോയിക്കോ. ശരി. വരൂ, ചെല്ലി. ഇരിക്കെ. ഞങ്ങള് തമ്പുരാൻ പറഞ്ഞിട്ട് വന്നതാ. തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേര്? വിനീത. ഞാൻ കുട്ടപ്പായി. പോഷകാഹാരത്തിന്റെ കുറവുണ്ട്. നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കുക. ഓ. അത് അവന് മുകളിലേക്ക് ഇട്ടാലും മഴ പെയ്താലും ചോരത്. ആ അടുപ്പിച്ചിട്ട് കുട്ടപ്പയ്യേ, എല്ലാം ശരിയായില്ലേ? ഇനി എന്തെങ്കിലും വേണോ ഇടാ? ആ എന്നാ നോക്കിക്കോ, വേഗം പണി തുടങ്ങിക്കോ കേട്ടോ. ആകെ ഇത്ര സമയത്ത് ഒരു സാധനം കെട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് നിങ്ങളോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗ്രാമത്തിൽ ഏറ്റവും മനോഹരവും വികാരനിർഭരവുമായ ദിവസമാണിന്ന്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഓർക്കുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് പിന്നിൽ അറിയാതൊന്ന് സഞ്ചരിച്ചു പോവുകയാണ്. നമുക്കറിയാവുന്ന ഈ നാടിൻ്റെ ചരിത്രം ഒരിക്കൽ കൂടി പുതുതലമുറയ്ക്ക് വേണ്ടി പറയാതിരിക്കാൻ വയ്യ. വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, കര കവിഞ്ഞൊഴുകിയ ബാവലിപ്പുഴ ഈ നാടിന് വലിയ ഒരു ദുരന്തം തന്നെ വിതച്ചു. അതിന്നും ഒരു നെഞ്ചെടുപ്പാണ്. കൃഷിയിടവും പുരയിടവും
എല്ലാം നശിച്ചു. പട്ടിണിയിൽ അലഞ്ഞു. പിന്നീട് ബാവലിപ്പുഴ വീണ്ടും നേർവഴിക്കൊഴുകി. എങ്കിലും ദേശക്കാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതായി. ആദായമില്ലാത്ത സ്ഥലങ്ങളെല്ലാം അന്നത്തെ നാട്ടുരാജാക്കന്മാർ ലേലത്തിൽ വിൽക്കാൻ തീരുമാനിച്ചു. ഗ്രാമവാസികളുടെ സങ്കടം കണ്ട് തമ്പുരാന്റെ മനസ്സലിഞ്ഞു. രാജാക്കന്മാരുടെ പക്കൽ നിന്നും പൊന്നും വില കൊടുത്ത് വാങ്ങിയതാണ് ഇന്നീ കാണുന്ന കുന്നും മലയുമെല്ലാം. ഇനി ഒരിക്കലും ഈ ദേശം കരയരുത്, പട്ടിണി കിടക്കരുത്. ആകാശങ്ങളെ സാക്ഷി നിർത്തി ഭൂമിയോട് പറഞ്ഞ ഉടമ്പടികളുടെ സൂചകമാണ് ഈ തുടിമരം. ഉദയഭാനു തമ്പുരാൻ എന്ന മഹത് വ്യക്തി ഇവിടെ നട്ടു നനച്ച ഈ മരം അന്നേ നാൾ തൊട്ട് നമ്മുടെ നാടിൻ്റെ സ്വർഗമാണ്. അദ്ദേഹത്തിൻ്റെ അനന്തരവനായ ചന്ദ്രഭാനു തമ്പുരാൻ, അദ്ദേഹവും നമ്മുടെ തമ്പുരാനാണ്. ഈ ധന്യമുഹൂർത്തത്തിൽ ഒത്തുകൂടാൻ സാധിച്ചതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട തമ്പുരാനെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, എൻ്റെ ഗുരുകാരണവന്മാരുടെ ഓർമ്മകളെ സ്മരിക്കുന്ന ഈ സുദിനത്തിൽ ഞാൻ ഇന്നേറെ സന്തോഷവാനാണ്. അതോടൊപ്പം ഈ വൃക്ഷത്തിൻ്റെ ഓർമ്മയ്ക്കായി ഈ നാട് തുടിമരമെന്ന് നാമകരണം ചെയ്യപ്പെട്ടതിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്നു. ക്ഷീണമുണ്ടോ തനിക്ക്? ഈ ആഴ്ച തന്നെ ഉണ്ടാവുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഇന്നും നാളെയും കൊണ്ട് ഈ കിടക്കുന്ന പണിയൊക്കെ തീർത്ത് വെക്കണം. അപ്പം പിന്നെ ചെലവിൻ്റെ കാര്യമൊന്നും പ്രശ്നമില്ല. പ്രസവം കഴിഞ്ഞാലും നമുക്ക് ചെലവില്ലേ? അപ്പം എന്തു ചെയ്യും? 100-400 പണിക്കാരുണ്ട് തമ്പ്രാനെ, അത്രയും തന്നെ ആയുധങ്ങളും. അതുകൊണ്ട് നീ വിഷമിക്കണ്ട, പ്രത്യേകിച്ച് ഈ സമയത്ത്. വീട്ടുകാരെ എതിർത്തിട്ടും വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്നവളാ നീ. ആ നിന്നെ ഇതുവരെ ഞാൻ സങ്കടപ്പെടുത്തിയിട്ടില്ല. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ. എനിക്കൊന്നും വേണ്ട, എൻ്റെ കൂട്ടുകാരൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്നാൽ മതി. മോൻ ചവിട്ടുന്നുണ്ടോ നിന്നെ? ഇല്ല, നിങ്ങളെപ്പോലെ പാവ അല്ല. മോനാണെന്ന് അങ്ങ് ഉറപ്പിച്ചോ? മോളായാലും മോനായാലും നമുക്ക് ഒരേപോലെ അല്ലേ. എന്തായാലും കൊല്ലപ്പണി ഞാൻ അടുപ്പിക്കൂല. കൊല്ലപ്പണി മോശമായതുകൊണ്ടൊന്നുമല്ല, എന്നാലും വേണ്ട. പറ്റുകുറേ ആയേ. ഈ മാക്കോട്ടൻ ആള് കൊള്ളാലോ. മാക്കോട്ടെന്ന് വിളിക്കലടാ, ഓനൊരു പേരില്ലേ കുട്ടപ്പായിന്ന്. പിള്ളേരെന്നെ ഇന്നലെ മാക്കോട്ടെന്ന് വിളിച്ചിട്ട് ഓൻ കുട്ടികളായോണ്ടാ വെറുതെ വിട്ടുന്നു. അല്ല, ഈ മാക്കോട്ടൻ എന്ന് പറഞ്ഞ അർത്ഥോ? മാക്കോട്ടെന്ന് പറഞ്ഞാൽ മാക്കോട്ടൻ തന്നെ. അത് മാത്രമേ എനിക്കറിയാനുള്ളൂ, ബാക്കിയെല്ലാം അറിയാല്ലേ. ഓരോന്നുണ്ട് പറയുന്നു. ജമാലെ നമ്മളെ മാക്കോട്ടൻ ആള് ഉഷാറാ കേട്ടാ. ഒരുത്തനോട് ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ അങ്ങനെ വിളിക്കല്ലാന്ന്. നിങ്ങളെല്ലാം എന്ത് മനുഷ്യന്മാരാടോ? ഞാൻ അറിയാണ്ട് വിളിച്ചു പോയതാപ്പാ. അതെന്തെങ്കിലും ആട്ട്. പക്ഷെ അയാൾ ചെയ്തു വെച്ചത് കണ്ടാ റോഡ് നിറയെ ഇഷ്ടം പോലെ മരങ്ങൾ കുഴിച്ചിട്ടിട്ടില്ലേ? മാവ്, പ്ലാവ്, കണിക്കൊന്ന നിറയെ കുഴിച്ചിട്ടിട്ടില്ലേ? അതെയാ? പിന്നെ ഒന്ന് കാണണല്ലോ. എന്നാ ഞാനും വരുത്. വാസുട്ടാ, ഒന്ന് പീടി നോക്കണേ. നോക്കാം. അടുപ്പിന്റെ അടുത്തേക്കൊന്നും പോണ്ട, മീശ കത്തിപ്പോ. കുട്ടപ്പായി നന്നായിട്ടുണ്ട്. ഇതെല്ലാം വളർന്ന് വലുതായാല് നല്ല തണല് കിട്ടും. അതെ അതെ, പണ്ടെല്ലാം ഇങ്ങനെയല്ലേ, എല്ലാം പെട്ടി നശിപ്പിച്ചല്ലേ. ആ ചാക്കോ മാപ്പിളോട് ആടിനോട് കട്ടറെന്ന് പറയണം. ആ ആട് തികച്ചും തിന്നു തീർക്കും. അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെക്കാട്ടി നല്ല ആടിനോട് പറയുന്ന.
മൂത്തപ്പഴിച്ചാട്ടാ, വിനീതേച്ചിക്ക് വയറുവേദന, വേഗം ചെല്ലാൻ പറഞ്ഞു. മോളെ മോളെ എന്താ പറ്റിയേ? മോളെ കരയില്ലേ? കരയില്ലേ മോളെ? ഞാനുണ്ടല്ലോ. പാടിപ്പാടിയുറക്കാം കുഞ്ഞോളെ, താമര പൂമിഴി പൂട്ടി നീയുറങ്ങ് അമ്പിളിവാവേ. രാരിരാരം പാടിപ്പാടിയുറക്കാം കുഞ്ഞോളെ, താമര പൂമിഴി പൂട്ടി നീയുറങ്ങ് അമ്പിളിവാവേ. പതുക്കെ പതുക്കെ. എന്ത് പറ്റി കുഞ്ഞെ? പറ്റിയതല്ല, എല്ലാരും കൂടി പറ്റിച്ചതല്ലേ. ഈ തറവാടും ഇക്കണ്ട സ്വത്തുക്കളൊക്കെ നശിപ്പിക്കാനാണോ നിങ്ങൾ തീരുമാനം? ഇപ്പൊ എന്തുണ്ടായി കുഞ്ഞെ? അച്ഛാ, ആകെ മൊത്തം എത്ര പേരുണ്ട് നമ്മളെ കീഴില്? 400 കാണും. 400 അല്ല, 478. ഇനി അച്ഛന്റെ അറിവിലേക്ക് കുറച്ച് പരമാർത്ഥം കൂടി ഞാൻ പറയാം. ഈ 478 പേരിൽ 133 പേര് 60 വയസ്സ് താഴെയുള്ളവര്. ബാക്കി 345 പേര് പെൻഷൻ പറ്റിയതാ. ദേ ഈ കുറുപ്പേട്ടനടക്കം. എന്റെ ഭാഷ പറഞ്ഞെടുത്ത് പുറത്ത് കളയേണ്ട കാലം കഴിഞ്ഞു. വാസ്കോഡ ഗാമയുടെ കാലത്തെ കണക്ക് നോക്കും. ഇതിലൊക്കെ വല്ല കൃത്യതയുണ്ടോ? അക്കൗണ്ട്സ് ഒക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കേണ്ട കാലം കഴിഞ്ഞു. ഇതിപ്പോ 4ാമത്തെ തവണയാ കൃഷി നഷ്ടമാവുന്നേ, അറിയോ? അത് പിന്നെ കാർഷിക വിളകൾക്കൊന്നും വിലയില്ലല്ലോ. ബാക്കി കൂടി പറയേ. ബാക്കി ഞാൻ പറയാം. ഉൽപാദന ചെലവ് കൂടി, അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ 2 വഴിയേ ഉള്ളൂ. ഇതൊക്കെ നിർത്തി വീട്ടിലിരിക്കണം. 10 തലമുറക്ക് കഴിയാനുള്ളതുണ്ടല്ലോ. ഇനി അതല്ല, കൃഷി തുടരാനാണ് തീരുമാനമെങ്കിൽ മാൻ പവർ കുറക്കണം, മെക്കാനിസം വേണം. എന്ന് വെച്ചാ യന്ത്രവൽക്കരിക്കണമെന്ന്. ആവശ്യമില്ലാത്ത ആൾക്കാരെ പറഞ്ഞു വിടണം. വെറുതെ വേണ്ട, പെൻഷൻ പോലെ എന്തെങ്കിലും ഒരു തുക അവസാനം കൊടുക്കാം. എന്തേ? അവരൊക്കെ തലമുറകളായിട്ട് പടനിലത്തെ തറവാട്ടിൽ ഇതല്ലേ. ഈ ചീപ്പ് സെന്റിമെന്റ്സ് ഉണ്ടല്ലോ, അതാദ്യം നിർത്തും. ഇതൊരുമാതിരി ഞങ്ങളെ ഷെയർ തന്ന് ഞങ്ങളെ വിട്ടേക്ക്. തിന്നുമില്ല, തീറ്റിക്കില്ല. മോനെ ഇന്ദ്ര, അച്ഛന്റെ കണ്ണിന്റെ കാഴ്ച തീരെ പോയി.
ഡോക്ടറെ കണ്ടപ്പോ ഓപ്പറേഷൻ വേണമെന്നാ പറഞ്ഞ്. ആദ്യം ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി, എന്നിട്ട് മതി ചികിത്സ. വയ്യാണ്ടായെന്ന് സ്വയം അംഗീകരിക്കണം. കരളെ, ഇന്നെന്തായിരിക്കും അമ്മച്ചി വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവുക? അമ്മച്ചനോട് വഴക്കിടുന്നുണ്ടാവും. ശരിയാ, കൊറേ നാളായിട്ട് അങ്ങനെയാ. എന്തായാലും അച്ഛന്റെ ഫേവറേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്ത് സുഖിയനാ? അതിനെ കാട്ടി നിലത്ത് നമ്മളെ വീട്ടിലില്ലേ, അതിനെനിക്ക് വേണ്ട. പിന്നെ കപ്പച്ചൂട്ട എന്റെ ഫേവറേറ്റ് അല്ലേ? കപ്പ ചുട്ടതിങ്ങനെ എടുത്തിട്ട് മീൻ ചുട്ടതിങ്ങനെ നുള്ളിയെടുത്ത് കാന്താരിയിൽ ഇങ്ങനെ മുക്കിയെടുത്ത് മതി ചേച്ചി കൊതിപ്പിച്ചത്. എന്നാ വാ. നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി? ആ പിള്ളേർക്ക് വല്ല പോഷകാഹാരം വാങ്ങിക്കൊടുക്ക. എല്ലാം ഇതിലുണ്ട് പിന്നെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്റെ ജന്മം ഇങ്ങനെ ആയിപ്പോയി. വല്ലപ്പോഴെങ്കിലും ആ പിള്ളേർക്ക് നെയ്ച്ചോറോ ബിരിയാണിയോ വല്ല വാങ്ങിക്കൊടുക്ക. ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലെ മന്ദബുദ്ധിയായി പോവും. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു മനുഷ്യൻ. മക്കള് വന്നല്ലോ. വാ വാ വാ. ഇനി രണ്ടാളും പോയി കൈ കഴിച്ചും വാ. വായിൽ വെച്ചാ മതി. കപ്പ കൊതിയെത്തി. ആ വാ വിളിച്ചോ. വാ വിളിച്ചേ. അങ്ങനെ എങ്ങനെയുണ്ട്? സൂപ്പർ. ഇതൊന്നും നിങ്ങളുടെ അമ്മയോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ അച്ഛൻ്റെ കരള് വാ വിളിക്ക്. അങ്ങനെ എല്ലാവരുടെ ജന്മാന്നാ തോന്നുന്നു. അച്ഛൻ്റെ മക്കള് കഴിച്ചോട്ടാ. ഇനി രണ്ടുപേരും പോയി കുളിച്ചിട്ട് കുപ്പായം മാറ്റിയിട്ട് വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. മുയൽ മുയൽ, പശു പശു, കോഴി കോഴിക്കൂട്. എന്താ മോനെ, ഇന്നലെ പറഞ്ഞു തന്നെയല്ലേ? കോഴിക്കോട് കോഴിക്കോട്. അമീർക്ക. അമീർക്കല്ല, ജമാലിക്ക. ഒന്ന് പോയടാ. അച്ഛന്റെ ബുദ്ധി അതങ്ങനെയല്ലേ വരൂ. ഉണക്കമീ നടന്നു. മുയൽ മുയൽ, പശു പശു, കോഴി കോഴിക്കോട് കോഴിക്കോട്. മക്കള് പഠിച്ചോ? ആന പശു പശു, മുയൽ മുയൽ, കോഴിക്കോട്, അമേരിക്ക. മതി മതി, ഇനി നാളെ. പുസ്തകം എടുത്ത് വെച്ചേ.
അച്ഛാ എന്തു പറ്റി? ഇന്നലെ അമ്മ പറഞ്ഞതിന്റെ വിഷമ? ഏയ് അതൊന്നുമില്ല. അച്ഛാ അച്ഛാ ഇന്നലെ കപ്പ കിട്ടേണ്ടതാ? അതൊക്കെ പോട്ടെ. ഇപ്പൊ ഈ വീട്ടിലാർക്കെങ്കിലും സുഖിയൻ തിന്നാൻ കൊതി തോന്നുന്നുണ്ടോ? എനിക്കും രണ്ടുപേർക്കുണ്ടോ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ്റെ കുപ്പായം എടുത്തിട്ട് വാ. ഇന്നച്ഛാ ഇനി നിനക്ക് വേണോടി സുഖിയൻ? പുളിയും തന്നെ ഇല്ലാത്തവരുണ്ടാക്കുന്നതല്ലേ, എനിക്ക് വേണ്ട. പോയി തിന്ന്, ചെല്ല്, വേഗം ചെല്ല്. കപ്പ തിളച്ചിട്ട് വേരൊന്നു ചീന്തിട്ട് ചൂളയിൽ വെക്കടി കുഞ്ഞിപ്പെണ്ണെ. കപ്പ തിളച്ചിട്ട് വേരൊന്നു ചീന്തിട്ട് ചൂളയിൽ വെക്കടി കുഞ്ഞിപ്പെണ്ണെ. ഉണക്ക് ചുട്ടതും കാന്താരി ചാറതും നാവിലി വെക്കടി കുഞ്ഞിപ്പെണ്ണെ. കപ്പ തിളച്ചിട്ട് വേരൊന്നു ചീന്തിട്ട് ചൂളയിൽ വെക്കടി കുഞ്ഞിപ്പെണ്ണെ. ഉണക്ക് ചുട്ടതും കാന്താരി ചാറതും നാവിലി വെക്കടി കുഞ്ഞിപ്പെണ്ണെ. മണ്ണിൽ വിതച്ചതും മണ്ണിൽ വിളഞ്ഞതും അച്ഛനെ പോലെ ചേറുള്ളതാ, ഈ അച്ഛനെ പോലെ മാധുര്യമാ. കപ്പ കിളച്ചിട്ട് വേരൊന്നു ചീന്തിട്ട് ചൂളയിൽ വെക്കടി കുഞ്ഞിപ്പെണ്ണെ. ഉണക്ക് ചുട്ടതും കാന്താരി ചാറതും നാവിലി വെക്കടി കുഞ്ഞിപ്പെണ്ണെ. തേനൂറും വണ്ടിനെ കണ്ടാലോ കൊള്ളില്ല, തേനോളം മാധുര്യം മറ്റെന്തിനാ, തേനോളം മാധുര്യം മറ്റെന്തിനാ. വാനം കറുത്താലേ മഴയിങ്ങു പോരുന്ന് പണ്ടുള്ളോർ പണ്ടേ പറഞ്ഞതല്ലേ, പണ്ടുള്ളോർ പണ്ടേ പറഞ്ഞതല്ലേ. ഇതാ എൻ്റെ ചായ, ഇതാ എനിക്ക് സ്ട്രോങ്. കടി വേണോ? ജമാൽക്ക ഒരു ചായ, ഒരു ചായ. ചായ വീടിയും വെച്ചിട്ട് കുറ്റി തേച്ച് വത്തിട്ടിട്ട് ചായല്ല എനിക്ക് മിണ്ടാണ്ടെന്നോളണം. ചായ വിളിക്കുന്ന അവനൊരു ചായ കൊടുത്തേക്ക്, പൈസ ഞാൻ തരാം. നീ എന്നെ കുട്ടപ്പായി ഓനെ വടക്കാക്കുന്നു, വരുമ്പെല്ലാം ചായ മേടിച്ചു കൊടുത്തിട്ട്. ചായ എത്ര വേണമെങ്കിലും കുടിച്ചോ, ആ ബീഡി വലിയ നിർത്ത്. ഓനോട് എത്ര പറഞ്ഞാലും ശരിയാവില്ല എന്ന്. കുട്ടിയൊക്കെ തിന്നാൻ വേണ്ടേ? കുട്ടികൾക്ക് എന്താ വേണ്ടേ? സുഖിയൻ അല്ലേ? നല്ല ചൂട് സുഖേനുണ്ട്, ഞാൻ എടുത്തരാട്ടാ. ഇതാടാ ചായ എൻ്റെ ചൂടുണ്ട് കേട്ടാ. ജമാലിക്ക ലോട്ടയില്ലാതെ എങ്ങനെ വയറ് നിറയ്ക്കുന്നേ? അത് പ്രത്യേകത ഒരു മിഷനെ കൊണ്ട് ഉണ്ടാക്കുന്നതാ. ചോദ്യം ഇനിയാണോ? ചേട്ടാ പടനിലത്തേക്കുള്ള വഴിയേതാ? ഏതാണ് ഒരു പരിചയമില്ലാത്തൊരാള്? ഈ പടനിലത്തേക്കുള്ള വഴിയേതാ?
പടനിലത്തേക്ക് ഒറ്റ വഴിയുള്ളൂ, നേരായ വഴി. മിമ്മിറിൻ്റെ ഉണ്ടോ? ഓനിടില്ലല്ലോ. ഫണ്ട ഓന്റെ ഫ്രണ്ടാ. അതല്ല ചേട്ടാ, ഈ കുടിക്കുന്ന വെള്ളമല്ലേ ബോട്ടിൽ വരുന്നേ? കളറ് ഓ, yes, yes. അത് നമ്മളിവിടെ വെക്കില്ല. എന്നാലേ അതൊക്കെ ഒന്ന് വാങ്ങി വെച്ചോ. നിങ്ങൾ കുറച്ചേരം ഇവിടെ തന്നെ കാണും. പോട്ടെ. നിങ്ങൾ എവിടുന്ന? ഞാൻ കുറച്ച് ദൂരെ എന്നാ. എൻ്റെ പേര് ജയദേവ്, ജെഡിന്ന് വിളിക്കും. ഇനി എൻ്റെ ട്രാക്ടറായിരിക്കും നിങ്ങളുടെ പാടത്തൊക്കെ. ചേട്ടാ പറഞ്ഞേരം മറക്കണ്ട. ശരി എന്നാ. അല്ലടോ, ഈ കുട്ടിത്തേവാങ്കലം വന്നിട്ട് നമ്മളെ കഞ്ഞി കൂടി മുട്ടിക്കോ? അയ്യോ അയ്യോ അയ്യോ, എന്തു പറ്റി? ചോര വരുന്നുണ്ടല്ലോ. മുട്ടിനായതുകൊണ്ട് നല്ല വേദന ഉണ്ടാവും. അമ്മേ. ചേച്ചി നേഴ്സാണോ? ഇത്ര നീറ്റായിട്ട് കെട്ടുന്നുണ്ട് ചോദിച്ചതാ. വീട്ടിൽ 2 കുസൃതികളുണ്ടെങ്കിൽ ലോകത്തെ എല്ലാ അമ്മമാരും നേഴ്സായി പോവും. ആട്ടെ, പേരെന്താ? എൻ്റെ പേര് ജയദേവ്, ജെഡിന്ന് വിളിക്കാം. ഇവിടെ ഇന്ദ്രിയത്ത് പറഞ്ഞിട്ട് വന്നതാ. ഓ, എന്നാ ശരി. അപ്പൊ ശരി. ആകെ മൊത്തം പ്രശ്നമാണല്ലോടോ. എന്താ ഇപ്പൊ ചെയ്യാ? ഛേ, ഇവന്റെ ഒരു പുക. മൊത്തം 73 പേരെ പിരിച്ചു വിട്ട് ഇങ്ങനെ പോയി എന്താ ചെയ്യാ? അതിനാരെയാടോ പിരിച്ചുവിട്ട്? ജമാൽക്ക, കണ്ണടച്ചിരുട്ടാക്കരുത്. കഴിഞ്ഞ 10 ദിവസമായിട്ട് ആൾക്കാർ പിരിച്ചുവിട്ടോണ്ടിരിക്കുക. അറിയാം ഞങ്ങൾക്ക്. തമ്പ്രാന്റെ കാലത്ത് പേടിക്കണ്ടായിരുന്നു. ഇത് ഇന്ദ്രന്റെ പണിയാ. എന്തായാലും പ്രസിഡന്റ് വരട്ടെ, എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. ശരിയാണ്. ഒറ്റപ്പെട്ട ചർച്ചകൾ ഇനി ആവശ്യമില്ല. ഒരു സംഘടിത സ്വഭാവം ഇതുവരെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് അനിവാര്യമായി വന്നിരിക്കുകയാണ്. പ്രസിഡന്റ് പോകുന്നതിന് മുമ്പ് ഒരു തീരുമാനമുണ്ടായിരിക്കണം. പ്രസിഡന്റിന്റെ അവാർഡ് ദാന ചടങ്ങല്ലേ, എന്തായാലും ഒരാഴ്ച എടുക്കും. അതുവരെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. കാര്യങ്ങൾ കുഴയും. പ്രസിഡന്റ് എത്തിയല്ലോ. എല്ലാരും ഉണ്ടല്ലോ. ഓ, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ കുറച്ച് പേര് എൻ്റെ കൂടെ വാ. അവിടെ ചെന്നിട്ട് ഇന്ദ്രനോട് സംസാരിക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. എല്ലാവരും പോകണ്ട. അയാൾ ആളൊരു ചൂടനാ. 1 or 2 ആള് പോയാൽ മതി. അതാ നല്ലത്. ഒരു കാര്യം ചെയ്യാം, ബാബു നീ വാ, ബാക്കിയുള്ളവരെ നമുക്ക് അവിടെ പിടിക്കാം. ഓ, ആയിക്കോട്ടെ. രഘു, അവാർഡ് ദാന ചടങ്ങിന് പോകുന്നതിന് മുമ്പ് നമുക്കിത് തീരുമാനത്തിലെത്തിക്കണം. ഇല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് നിൽക്കില്ല. എന്താ പ്രസിഡന്റ്, ഒരു മുന്നറിയിപ്പില്ലാതെ? എവിടെയോ പോകാനുള്ള തിരക്കിലാണെന്ന് തോന്നുന്നു. നേരിട്ട് കണ്ടത് നന്നായി. പ്രധാനമായും 2 കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത്. കാര്യം പറ. തമ്പുരാന്റെ അസാന്നിധ്യം നന്നായി അറിയാനുണ്ട്. പണ്ടൊക്കെ വലിപ്പച്ചെറുപ്പമില്ലാതെ ആര് വന്നാലും ആതിഥ്യ മര്യാദ ഉണ്ടായിരുന്നു. സാരമില്ല, നമുക്കിവിടെ സംസാരിക്കാം. ഇപ്പോ 1ാമത്തെ കാര്യം. വേണ്ട, ഞാൻ പറയാം. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കണം അല്ലേ? ഞാനാരും പിരിച്ചുവിട്ടിട്ടില്ല. തൽക്കാലം ഒന്ന് മാറിയിക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. കഴിഞ്ഞ 4 വർഷത്തെ നഷ്ടത്തിന്റെ കണക്ക് എവിടെയുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. ലക്ഷങ്ങൾ വരും. അതുകൊണ്ട് പുതിയ രീതികളൊന്ന് പരീക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ എനിക്ക് മനസ്സിലാകും. ഒരു നാടിന്റെ പ്രശ്നമായതുകൊണ്ടാ ഞാൻ വന്നത്. ഈ തറവാട്ടിലേതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ. എൻ്റെ അപ്പൂപ്പൻ വരെ ഈ തറവാട്ടിലെ പണിക്കാരനായിരുന്നു. ഈ ദേശക്കാർക്ക് കൃഷിയല്ലാതെ വേറൊരു തൊഴിലും അറിയില്ല. ഇവർക്കൊന്നും പോകാൻ വേറൊരു സ്ഥലവും ഇല്ല. എന്ത് ചെയ്താണെങ്കിലും ഇവരുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കണം. കക്ഷത്തിലുള്ളത് പോവാതെ ഉത്തരത്തിലുള്ളത് എടുക്കണം അല്ലേ? ആ വിദ്യ എനിക്കറിയില്ല. ഇപ്പഴത്തെ ഘട്ടത്തിലേക്ക് മാറ്റി വെച്ചെടുക്കാലോ ഇന്ദ്ര. ഈ 60 കഴിഞ്ഞ് പെൻഷൻ പറ്റിയവരെ എനിക്കാവശ്യമില്ല പ്രസിഡന്റ്. വേസ്റ്റാ. ഇന്ദ്ര, തൊഴിലാളികളെ പരിഹസിക്കരുത്. ഒന്ന് ഒത്തുനോക്കിയാ നിന്നേക്കാൾ ആരോഗ്യം കാണും അവർക്ക്. നിന്നോട് സംസാരിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് തമ്പുരാനെ കാണണം.
അച്ഛന് സുഖമില്ല. നിങ്ങൾ ചെല്ലേ. കണ്ണും കരളും വരെ മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്. എന്നാ പിന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്തൂടെ? അതൊക്കെ വലിയ റിസ്ക്കാ. ഈ പ്രായത്തിൽ ലക്ഷങ്ങൾ മുടക്കി ഓപ്പറേഷൻ ചെയ്താൽ തന്നെ ഡോക്ടർമാർക്ക് പോലും യാതൊരു ഗ്യാരണ്ടി പറയാൻ പറ്റാത്ത അവസ്ഥയാ. ആർക്കാണ് മിസ്റ്റർ ഗ്യാരണ്ടി? കുന്നോളം സമ്പാദിച്ചു വെച്ചിട്ടില്ലേ അദ്ദേഹം? അതോ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ? പടനിലത്ത് നിന്ന് കിട്ടിയ നക്കിയിട്ട് ഇവിടെ വന്ന് മുറുമുറുക്കുന്നോ? ഇവിടെ നിന്ന് തുന്നി തന്ന കുപ്പായം തിരിച്ചു വാങ്ങാൻ എനിക്കറിയാം. എന്താടാ ആ പഴയ ഫ്യൂഡലിസത്തിന്റെ ചോര തിളയ്ക്കുന്നുണ്ടോ നിന്റെ ഞരമ്പിൽ? അതിനു മുകളിൽ ജനാധിപത്യത്തിന്റെ കൊടി ഉയർന്ന് അറിഞ്ഞില്ലേ കൊച്ചമ്പറാനെ? ഞങ്ങൾ ഇറങ്ങുന്നു. ആ വലിയ മനുഷ്യന് വേണ്ടി കണ്ണും കരളും വേണ്ടി വന്നാൽ ജീവനും കൊടുക്കും. ആയിരങ്ങൾക്ക് അഭയം നൽകിയ ഈ തറവാടിന്റെ മുറ്റത്ത് വന്ന് ഒറ്റ വെച്ച് സംസാരിച്ചതിൽ സങ്കടമുണ്ട്. പോട്ടെ കൊച്ചമ്പറാനെ. നിങ്ങളെന്താ മീറ്റിംഗിലൊന്നും സംസാരിക്കാഞ്ഞേ? ചേലക്കാണ്ടിക്കണായിരുന്നു. നീയല്ലേ പഞ്ചായത്ത് പ്രസിഡന്റോടും മെമ്പറോടും എന്നെ കൊണ്ട് വേണ്ടാണ്ട് അതും ഇതും പറഞ്ഞു കൊടുത്തിനി. മനുഷ്യനായിട്ട് വഴിയടക്കാൻ കഴിയാണ്ടായി. ഓ ഞാൻ പറഞ്ഞതാ ഇപ്പൊ നാട്ടുകാർക്കൊന്നും അറിയാതെയല്ലേ. ഒറ്റ ചവിട്ടങ്ങ് വെച്ചു. നീ അങ്ങ് വാ പോരേലേക്ക്. എന്താ അശോക, ഇത് പൊതുവഴിയല്ലേ? എനിക്ക് തോന്നിയ പോലെ. നീ ചേലക്കാണ്ട് പോടായിരുന്നു. മനുഷ്യനെ ഉണ്ടാക്കാൻ വന്നിട്ട് കട. ഉപ്പ ഇയാളിതാ ഇവിടെ പിന്നെയും വീടി കുച്ചിട്ടിച്ച്. നായിന്റെ മോനെ ഞാനിന്ന് കൊല്ലും. എടാ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു വീടിക്കുറ്റി അകത്തിടരുന്ന്. പുറത്തിട്ടൂടാ എനിക്ക്. എന്ത് പറഞ്ഞാലും കക്കാതെ ചിരിച്ചോളൂ. എന്നെ തന്നെ മനുഷ്യരുടെ സമയമില്ലാണ്ട്. എടാ ഇനി ഈട് ഇടരുത് കേട്ടാ, പുറത്തിടണം. അകവും പോറും അറിയാതെ ഓരോട് പറഞ്ഞിട്ട് എന്തെന്നാ കാര്യം? ഹലോ. ഇതെങ്ങനെ ഇവിടെ എത്തി? ആവശ്യക്കാരന് വഴി കണ്ടുപിടിച്ചല്ലേ പറ്റൂ. അയ്യോ ആരെങ്കിലും കാണും, പോയിക്കോ. അതിന് ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചു വന്നതല്ല. ഇങ്ങനെ പേടിച്ചാലോ? ഞാനിത് തരാൻ വേണ്ടി വന്നതാ. ഇതെന്താ? എന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ, ഒന്ന് തുറന്നു നോക്ക്. അയ്യോ ഇതെന്താ സാരിയോ? എന്തിനതൊക്കെ? ഉടുത്ത സാരി കീറി എൻ്റെ മുറിവ് കെട്ടിയ ആളല്ലേ, ഒരു പ്രത്യുപകാരം ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതൊരു പഴയ സാരി ആയിരുന്നില്ലേ? അത് ഇത്രയും വില കൂടിയ സാരി വേണ്ടായിരുന്നു. വില നോക്കിയില്ല, വ്യക്തിയുടെ മൂല്യമാണല്ലോ വലുത്. ഇയാളുടെ വലിയ മനസ്സിന് നന്ദി. ഒന്ന് കയറിയിരിക്കാൻ പറയാനുള്ള സൗകര്യം പോലും ഇല്ല. വേണ്ട, ഞാനിപ്പോൾ പോവും. വേറൊരു ദിവസം വരാം. അന്ന് ഞാൻ ചോദിച്ചു വാങ്ങിച്ചോളാം. ശരി. പിന്നെ ഇത് കുറച്ച് വെള്ളം എടുത്തേ. എന്തു പറ്റി? അങ്ങോട്ട് പോയ ആവേശം ഇപ്പൊ കാണുന്നില്ലല്ലോ. തറവാട്ടിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ദ്രിയത്താ നോക്കുന്നേ. പണിക്കാരെല്ലാം പറഞ്ഞു വിട്ടു. ഇനിയിപ്പോൾ നമ്മുടെ കാര്യം എന്താവോ? നന്നായി പോയി. പിരിച്ചുവിട്ടവർക്ക് 5 കിലോ അരി കൂടി വാങ്ങിക്കൊടുക്ക്. ദാനധർമ്മിയല്ലേ നിങ്ങള്? ഞാൻ അന്നേ പറഞ്ഞല്ലേ കൂലി കണക്ക് പറഞ്ഞ് വാങ്ങിക്കണമെന്ന്. ഇനിയിപ്പോ കിടന്ന് മോങ്ങിയിട്ട് എന്താ കാര്യം? തമ്പ്രാൻ്റെ സൂക്കേട് വേഗം ഭേദമായ മതിയായിരുന്നു. ഒന്ന് പോയി കാണാന്ന് വെച്ചാ തമ്പ്രാൻ്റെ മക്കള് സമ്മതിക്കൂല. എന്താ ചെയ്യാ? ചേട്ടാ നിർത്ത് നിർത്ത് നിർത്ത്. എന്താ മീന്? അത് കൂവലി കേട്ടിട്ട് മനസ്സിലായില്ല? കൂവലി കേട്ടിട്ട് എങ്ങനെയാ മീന് മനസ്സിലാക്കുക? താൻ ആള് ഓളാളെ വച്ചു. അത് ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം.
എന്നാ ഞാൻ ഈ നാട്ടുകാരനല്ല. അങ്ങനെ പറ. എന്നാ പഠിച്ചോ. ഒരു കൂവലാണെങ്കിൽ മത്തി, 2 കൂവലാണെങ്കിൽ അയില, 3 കൂവലാണെങ്കിലോ? മൂന്നാമത്തെ മീനെ ഇയാൾ കണ്ടിട്ട് വേണ്ടേ? എനിക്ക് മീനില്ല. പോയാ 2 കൂവലിന്റെ മീനിങ് എടുത്തോ. ഒരു 1/2 കിലോ എടുത്തോ. രാവിലെ തന്നെ വന്നോളൂ ഓരോ എടുത്ത് മനുഷ്യനെ മെനക്കെടുത്തു. അല്ല പിന്നെ കള്ളി തുടങ്ങി. ഓ ഇന്നും ചീഞ്ഞയിൽ തന്നെയാ മണമുണ്ടല്ലോ. ഒരു 5 മതി. ആന്നാടെ ഇന്ന് കൂവലിനൊരു മാറ്റം. എന്താ കുട്ടപ്പായി, മീനൊന്നും വേണ്ടേ? അല്ല അയിലുണ്ട്. ഓൻ പച്ചമീൻ കൂട്ടൂല, ഉണക്കുമീനാ ശീലം. പച്ചമീനായാലും ഉണക്കുമീനായാലും പൂച്ച കൊണ്ടുപോയിട്ട് നോക്കണം. ആ എന്താന്ന് കാര്യം പറ. ഇവന്റെ ഓളു ഏതോരത്തിനായിട്ട് പുഴയിൽ നീരാട്ട് ഞാനിപ്പൊ കണ്ടിട്ടാ വരുന്നേ. വെറുതെ അല്ല എന്നെ കുറുക്കൻ ചോണി വിളിക്കുന്നു. എന്തിനാ ഇങ്ങനെ കിടന്ന് അലറുന്നേ? താൻ എവിടെ പോയതാ? കണ്ടറിഞ്ഞൂടെ? കണ്ടറിഞ്ഞല്ല, കേട്ടറിഞ്ഞത് സത്യമാണെന്ന് അറിയാനായിരുന്നു. ആരായിരുന്നു കൂടെ? ചോദിച്ചത് കേട്ടില്ലേ? പുഴയിൽ ആര് വരുന്നു പോകുന്നൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. ഇത്രയും നാളും സംശയരോഗം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അതുമായി. ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ കൂടെ ജീവിച്ചാൽ മതി, ഇല്ലെങ്കിൽ എന്താ ചായിക്കോ. താനെന്താ ഇങ്ങനെ? എന്താ തനിക്കൊരു മാറ്റം? നമ്മളെ മക്കളെ ഓർത്തെങ്കിലും ഇങ്ങനൊന്നും പറയല്ലേ. അച്ഛാ എന്തു പറ്റി അച്ഛാ? ഒന്നുമില്ല ഒന്നുമില്ല കേട്ടാ. മക്കൾ പോയി കുപ്പായം മാറിയിട് ചെല്ലേ. അമ്മേ
ഓല ഇടുന്ന് മുങ്ങി. ഇനി ഓന്റെ കാര്യം നോക്കണ്ട. ആണുങ്ങളായാലേ കുറച്ച് ആണത്തൊക്കെ വേണം. അല്ല ഓക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു ജീവിതം കൊടുത്തേനെ. നമ്മളെയല്ല ഹൃദയം വിശാലല്ലേ ജമാൽക്ക. മിണ്ടാണ്ടിക്കടാ നമുക്ക്. അങ്ങനെയൊന്നും പറയല്ലേ. ഓനാള് പാവല്ലേ. നമ്മൾ ഓന്റെ കാര്യം കൂടി നോക്കണ്ടേ. ജമാൽക്കാ, കുട്ടപ്പായിക്കൊരു ചായ കൊടുക്ക്. ഒരു സുഖീനു കൊറേ ഓടിത്തളർന്നല്ലേ. ശരിയാ, ആണത്തമാണ്. എന്നാലും നമ്മളൊക്കെ ഇവിടെ ഇരിക്കുമ്പോ ഒരു വരത്തന് കൊടുക്കണ്ടേനും. മിണ്ടാണ്ടിക്കടാ, വേണ്ടാത്ത പറയുന്നു. എണീറ്റ് പോയട്ടെ. അച്ഛാ, അമ്മ എവിടെ അച്ഛാ? നമ്മൾ കുറേ നേരമായി നോക്കുന്നു. അമ്മയെ കാണണോ? കാണണോ? അച്ഛാ, എവിടേക്ക് പോകുന്നേ? അച്ഛാ, മക്കൾക്ക് അമ്മയെ കാണണ്ടേ? അച്ഛൻ കാണിച്ചു തരാം. അച്ഛൻ, നമുക്ക് അമ്മയെ കാണണ്ട. നമുക്ക് തിരിച്ചു പോകാം അച്ഛാ. നമുക്ക് അമ്മയെ കാണണ്ട അച്ഛാ. നമുക്ക് അമ്മയെ വേണ്ട അച്ഛാ. അച്ഛനെ മാത്രം മതി. ഇനി മുതല് മക്കളുടെ അച്ഛനും അമ്മയൊക്കെ ഞാൻ തന്നെയാണ്. നമുക്ക് പോകാം. ഓ ആഞ്ഞടിച്ച് പറത്തിട്ടും തലപൊക്കി വരുന്നോരരിവാളെ. ആഞ്ഞടിച്ച് പറത്തിട്ടും തലപൊക്കി വരുന്നോരരിവാളെ. കടലിൽ മുക്കി താഴ്ത്തിയിട്ടും കനലൂതിയുദിക്കും പകലോനെ. ഉയരാമുലകിൻ നെറുകിൽ കേറാൻ ഒരു തരി നെഞ്ചിൽ തീമതിയേ. ഭൂമി പിളർന്നു കിളിർക്കാൻ തുള്ളി നനഞ്ഞൊരു വിത്തും മൺതരിയും. ആഞ്ഞടിച്ച് പറത്തിട്ടും തലപൊക്കി വരുന്നോരരിവാളെ. ആഞ്ഞടിച്ച് പറത്തിട്ടും തലപൊക്കി വരുന്നോരരിവാളെ.
ബാങ്ക് വർണ്ണത്തിൽ കാരണവരെ ആ തറവാടും ശരീരവും വഴിപോലെ കാത്തിട്ടിട്ടുണ്ട് വൈകുണ്ഠനാഥൻ. അതേ പ്രകാരത്തെങ്കിൽ ആ ഇവിടെ ചെല്ലുന്ന ആ ദിക്കിനകത്തും ആ മുമ്പിലും പിൻപിലും സഹിതകായത്തെ ചെയ്തു വന്നിട്ടുണ്ടല്ലോ. അതേ പ്രകാരത്തെങ്കിൽ ആ തറവാട്ടിനകത്ത് വിഷമത കൂടാതെയിട്ട് തക്കവണ്ണം ഇരിക്കാനുള്ള വഴി ഞാൻ കണ്ടുവച്ചാ പോരെ. அறிவே நிறவே உயிரின்னுறவே பிரியாதகலாதணையும் பொருளே. அறிவே நிறவே உயிரின்னுறவே பிரியாதகலாதணையும் பொருளே. வெயில் தீ மண்ணில் கொருத்தோர் വേദന ചാറിയാലത് മഴയാക്കും. ജീവന്റെ പൂങ്കുട നീർത്തും ആഞ്ഞടിച്ച് പരത്തിട്ടും തലപൊക്കി വരുന്നോരരിവാളേ. ആഞ്ഞടിച്ച് പരത്തിട്ടും തലപൊക്കി വരുന്നോരരിവാളേ. അതേടി, ഇത് പുതിയ ഫോണാ, ലേറ്റസ്റ്റ്. ക്യാഷ് എവിടെ നിന്നോ? നല്ല ചോദ്യം. ഈ തറവാട്ടിലെ തെങ്ങുംതോപ്പിലെ തേങ്ങ വിറ്റ കിട്ടും പുതിയ മൊബൈൽ കമ്പനി തുടങ്ങണ്ട. ആ എടി, ഞാൻ പിന്നെ വിളിക്കാം. ആ കിളവൻ പിന്നെയും വീണു, ഞാനും കേൾക്കൂല. നിങ്ങളുടെ കണ്ണിന്റെ ഫ്യൂസ് അടിച്ചു പോയെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ മനുഷ്യനെ മെനക്കെടുത്തുന്നേ? അയ്യോ, കുറുപ്പ് എവിടെ? എന്തു പറ്റി? കുറുപ്പേ, വാ ഒന്ന് പിടി. ഇങ്ങോട്ട് നടക്കടാ. എന്താ എന്താ നാരായണ? കൊറേ നേരായി നമ്മളെ വാഴത്തോട്ടത്തിന് ഇവൻ തിരിഞ്ഞു കളിക്കുന്നു. കക്കാനാന്നൊരു സംശയം തോന്നിയപ്പോ നമ്മളെല്ലാരും കൂടി പിടിച്ചുകൊണ്ടേന്നതാ. ആരാ? എവിടുന്ന കുട്ടി? എന്റെ പേര് ജോമോന തമ്പുരാനെ. ഒരു പണി തേടി വന്നതാ. എന്റെ അപ്പൻ മരത്തിന്ന് വീണ് കിടപ്പില. അമ്മച്ചിക്കും വയ്യ. വിശപ്പുണ്ടോ ഞാൻ മോഷ്ടിച്ചത്. എന്നെ ഒന്നും ചെയ്യല്ലേ അമ്പ്ര. എത്ര വരെ പഠിച്ചു? 8ാം ക്ലാസ് വരെ. അപ്പം കിടപ്പിലായപ്പോ പഠിപ്പ് നിർത്തി. പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു തരാം. ഇവിടെ തന്നെ നിന്നോളൂ. നന്ദി തമ്പ്ര. കുറുപ്പേ, നിങ്ങൾ പോയിക്കോളൂ. എന്താ തമ്പുരാനെ ഞാനിപ്പോൾ പറയേണ്ടത്? ഇന്നത്തെ കാലത്ത് ഐ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമാണ്. ഞാൻ ഇന്ദ്രജിത്തിനോട് സംസാരിച്ചു. അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവില്ല. എന്നേക്കാൾ കാഴ്ച കുറവാ എൻ്റെ മക്കൾക്ക്. തമ്പുരാനെ, കവലയിൽ വന്നാൽ എൻ്റെ കൂടെ ഒന്നും സുഖം കഴിക്കാൻ നിങ്ങൾ പോക്കില്ലല്ലോ. മറന്നുപോയാ? എല്ലാം മറന്നുപോയി ജമാലേ. മറവിയല്ലേ ഇപ്പൊ എല്ലാവർക്കും. എന്നാ ഒന്നെങ്കിലും എടുക്കും. ഇതാ ജമാൽക്ക, ഇതൊക്കെ മാറ്റിയിട്ട് ബർഗറോ പിസയോ ഒക്കെ ഉണ്ടാക്കി വെച്ചൂടെ ജമാൽക്ക? ബർഗറും പിശയൊന്നും ഈ നാട്ടിലെ ആൾക്ക് വയറ്റ് പിടിക്കില്ല മോനെ. എരിവെയിലായാലും പെരുമഴയാണേലും അഴലിൻ്റെ കനലേറ്റുവാടി തളർന്നാലും ഈ സ്നേഹപ്പൂക്കുട കീഴിൽ നിങ്ങൾക്കൊരു സ്വർഗീയാരാമം
പണിഞ്ഞിടാമച്ചൻ രാരിരാരം പാടി പാടിയുറക്കാം കുഞ്ഞോളെ താമര പൂമിഴി പൂട്ടി നീയുറങ്ങ് അമ്പിളിവാവേ. അമ്മ പറഞ്ഞ ശരിയാ. അച്ഛൻ കഴിഞ്ഞ ജന്മത്തിൽ എലിയായിരുന്നോ? കിഴങ്ങ് മാത്രമേ കഴിക്കൂ? അമ്മയുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കി തന്നെ. അച്ഛൻ്റെ മക്കൾക്ക് എന്താ വേണ്ടേ? അച്ഛനുണ്ടാക്കി തരാലോ. അച്ഛ, നമ്മളൊരു തമാശ പറഞ്ഞല്ലേ. അച്ഛൻ എന്തുണ്ടാക്കി തന്നാലും അത് ഞങ്ങൾ കഴിക്കും. എന്നാലും പറ എന്താ വേണ്ടേ? സുഖിയും തിന്നാൻ വിശക്കുന്നുണ്ടോ എന്നൊരു ആ, എന്നാലേ അച്ഛൻ പോയി വാങ്ങിയിട്ട് വരാം. പോയ അച്ഛൻ്റെ കുപ്പായം ഇങ്ങെടുക്ക്. ഇതവന് കൊടുത്തേക്ക. എന്നാടാ ചായ? കുട്ടപ്പായി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. സമാധാനമായിട്ട് കേൾക്കണം. നമ്മളെ ജീവിതത്തിൽ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരുത്തരായിട്ട് വന്നും പോയി കൊണ്ടിരിക്കും. ഉപ്പ, ഉമ്മ, സഹോദരങ്ങൾ, ഭാര്യ, മക്കൾ എന്ന ഒന്നിനും ശാശ്വതമല്ല. പടച്ചോന് വെച്ച് പോട്ടടും. മറ്റുള്ളവർ പറഞ്ഞൊന്നും നീ കാര്യാക്കണ്ട. ആരോടും തട്ടിക്കയറാനും നിൽക്കണ്ട. മനസ്സിൽ ഒരുപാട് നന്മയുള്ളവനാ നീ. നീ സ്വർഗത്തോളം ഉയരും. നീ മക്കൾക്ക് വേണ്ടി ജീവിക്കണം. ആരുടെ മുന്നിലും തല താഴ്ത്തേണ്ട കാര്യമില്ല. തല ഉയർത്തിപ്പിടിക്കണം. അതിനാ പടച്ചോ കഴുത്തിൻ്റെ മുകളിൽ തല തന്നിനി. അല്ലെങ്കിൽ മൂപ്പർക്ക് കാലിനോ കൈക്കോ എവിടെയെങ്കിലും തന്നാ പോരെ? എനിക്ക് മനസ്സിലാവുന്നുണ്ടാ പറയുന്നേ. നീ ചെല്ലി, കുട്ടികൾ കാത്തിക്കുന്നുണ്ടാവും. ഇക്ക നോക്കിക്കോ. ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ തല ഉയർത്തിപ്പിടിച്ചേ നടക്കൂ. സ്വർഗത്തോളം ഉയരും. അൽഹംദുലില്ലാ. ഡോക്ടർ വന്നു തോന്നില്ല. ഡോക്ടറെ എന്തായി? ജമാലെ, കുറച്ച് വെള്ളം. മോനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്താ. എന്തായി ഡോക്ടറെ? കഴിഞ്ഞു. തമ്പുരാന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. സക്സസാ. കുട്ടപ്പായിയുടെ കണ്ണ് തമ്പുരാന് സ്യൂട്ടായിരുന്നു. അപ്പോൾ കുട്ടപ്പായി കുട്ടപ്പായി ആ ആത്മാവ് സ്വർഗത്തിലെത്താൻ പ്രാർത്ഥിക്കും.
ഓനെയും കാണാൻ കഴിയില്ല, പിള്ളേരെയും കാണാൻ കഴിയില്ല. നീ കുടിയടാ, കുട്ടപ്പായ പറഞ്ഞിട്ടാ ഓനടിയുള്ളു. അനക്ക് മക്കളെ കാണാനാവില്ല. അച്ഛാ എണീക്ക് അച്ഛാ, അച്ഛാ എണീക്ക് അച്ഛാ, അച്ഛാ എണീക്ക്. അച്ഛാ എണീക്ക് അച്ഛാ, അച്ഛാ എണീക്ക് അച്ഛാ. നീ എന്തായി ചെയ്യുന്ന കരളെ? അച്ഛൻ എഴുന്നേൽപ്പിക്കാൻ നോക്കുക. നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? അച്ഛൻ എന്നെ എണീക്കില്ല. സ്നേഹത്തോടെ വിളിച്ച അച്ഛൻ എപ്പോ വേണമെങ്കിലും വരുന്നു പറഞ്ഞല്ലോ. അങ്ങനെയൊന്നുമില്ല കരളെ, നമ്മുടെ അച്ഛൻ മരിച്ചു പോയതാ. ഇനി ഒരിക്കലും വരൂല. നെഞ്ചോരം നീറി ഞാൻ പാടും ഈ പാട്ടിൻ കണ്ണീരിൻ മധുരമുണ്ടുറങ്ങുറങ്ങ് നൂറു നൂറോമൽ സ്വപ്നങ്ങൾ കണ്ടുറങ്ങ് രാരിരരാരം പാടി പാടി ഉറക്കാം കുഞ്ഞോളെ താമരപ്പൂമിഴി പൂട്ടി നീ ഉറങ്ങ് അമ്പിളി വാവേ. എരിവെയിലായാലും പെരുമഴയാണേലും അഴലിന്റെ കനലേറ്റു വാടിത്തളർന്നാലും ആ സ്നേഹപ്പൂക്കുടക്കീഴിൽ ഞങ്ങൾക്കൊരു സ്വർഗീയാരാമം പണിഞ്ഞിരുന്നച്ഛൻ. എരിവെയിലായാലും പെരുമഴയാണേലും അഴലിന്റെ കനലേറ്റു വാടിത്തളർന്നാലും ആ സ്നേഹപ്പൂക്കുടക്കീഴിൽ ഞങ്ങൾക്കൊരു സ്വർഗീയാരാമം പണിഞ്ഞിരുന്നച്ഛൻ. തമ്പുരാൻ വരുന്നൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ വന്ന ഇന്ദ്രനല്ല ദേവേന്ദ്രന ശരി, നമ്മൾ തമ്പുരാനെ കാണും. എന്തേ? അതെ, അത് മതി. ഇനിയിപ്പോൾ രണ്ടാമത് പണി തുടങ്ങുന്നതിന് മുമ്പായി കത്തിയൊക്കെ ഒന്ന് റെഡിയാക്കണം. കുട്ടപ്പായി ഉള്ളപ്പോൾ അതൊരു പ്രശ്നമല്ലായിരുന്നു. അത് പറഞ്ഞുതരാൻ ഞാൻ ഓർത്തത്. എൻ്റെ ഒരു കത്തിയാൾ കൊടുത്തില്ലേ, അതൊന്ന് ആടെ പോയി നോക്കണം. ആ പിള്ളേരെ കാര്യം ആലോചിക്കുമ്പോ സങ്കടം. ആർക്കതിന് നേരം? പഠിച്ചോനൊരു വഴി കാണും. ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന്. എന്താ നമ്മുടെ നാടിന് പറ്റിയേ? ചായ ആയോ? ചായ ഉണ്ടാക്കാൻ ചായപ്പൊടി തീർന്നു. നമുക്ക് ജമാലിക്കാന്റെ വീടിൽ പോവാം. അതിന് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. മക്കളെ ചായ എല്ലാം കുടിച്ചാ? മോളെ എൻ്റെ ഒരു കത്തിയാൾ ഇവിടെ നന്നാക്കാൻ കൊടുത്തില്ലേ? ഇതിലേതാ മാമ?
മാമൻ നോക്കിയെടുത്തോളൂ. ഓ, ഇത് നന്നാക്കാണ്ടാവും പോയി കളഞ്ഞ്. മോളെ, നീ ഇതൊന്ന് നന്നാക്കി തരുമോ? നീ കുട്ടപ്പായുടെ മോള് തന്നെ. ഇതാ മോളെ വരുന്നേ. വാ പോകാം. മക്കളെ ഇനിന്തും വേണം? വേണ്ടിക്ക. ആ പഴം എടുക്കട്ടെ ഇങ്ങക്ക്? വാ. പൈസ വേണ്ട മക്കളെ, പോട് പോട്. അച്ഛന് വിഷമാവും. കുട്ടപ്പായി നേരം വന്നു. ജമാലെ, തമ്പുരാൻ വന്നിട്ടാ? തമ്പുരാനെ, ഞാൻ മെഡിസിൻ വാങ്ങിട്ട് വരാം. തമ്പ്രാനെ. ആരാ? ജമാല? അതെ, ചെക്കപ്പിന് പോയിട്ട് വരികയായിരിക്കും അല്ലേ? അടുത്ത ചെക്കപ്പിന് പോയാൽ കെട്ടടിക്കണം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഓ, എല്ലാവർക്കും സുഖം തന്നെ. ചായ കുടിച്ചിട്ട് പോവാം. ഇപ്പൊ തൽക്കാലം വേണ്ട ജമാലെ. കുഞ്ഞാച്ചി, ആ അച്ചാച്ചൻ എന്തിനാ കണ്ണ് കെട്ടിയിരിക്കുന്നേ? കണ്ണ് കാണാത്തോണ്ടാ മോനെ. അപ്പ അച്ചാച്ചന് നടക്കാൻ പറ്റില്ല? കണ്ണ് കാണാത്തോണ്ട് നടക്കാനും പറ്റുന്നില്ല. എന്നാ ആയിക്കോട്ടെ തമ്പുരാനെ. അയ്യോ, അപ്പ വേണേ. Cheers. ഈ ഒരു സെറ്റപ്പിൽ ഇത് ഒതുക്കാൻ നോക്കണ്ട ഇന്ദ്ര. ചെയ്തു തന്നത് ചെറിയ കാര്യമല്ല. ഇന്ദ്ര, ഒരു ഡോണറെ കണ്ടെത്തി സമ്മതം വാങ്ങി
എല്ലാം കൂടി ഒരു 10-65 ലക്ഷം രൂപ വരും. ഡോക്ടർ അത് വിശദമായി പറഞ്ഞില്ലെന്നേ ഉള്ളൂ. തക്ക സമയത്ത് കൊല്ലൻ ലോറിക്കടിയിൽപ്പെട്ടത് ഭാഗ്യം. പറഞ്ഞ ശരിയാ. കുട്ടപ്പായുടെ 2 മക്കളുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അതൊക്കെ അച്ഛൻ കൊടുത്തിട്ടില്ലേ? 5 സെന്റ് സ്ഥലവും പോരാത്തിനൊരു വീടും. അതവന്റെ കണ്ണിന്റെ മാത്രം വിലയല്ല, ജീവന്റെയും കൂടിയാ. കുറുപ്പ് പോ, ഒഴിക്കടാ. കുറുപ്പേ, ഇതൊന്നും അച്ഛൻ അറിയണ്ട. ഓക്കെ, താൻ കുടിയടോ. എന്താ അപ്പുറത്തൊരു ബഹളം? ത്രിസന്ധ്യ നേരത്ത് ദീപം തെളിയിച്ച് നാമം ജപിച്ചിരുന്ന തറവാടാ. കുറച്ച് കാലായിട്ട് ഇങ്ങനെയാ. എന്റെ ഗുരുകാരണവന്മാരെ, കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് നല്ല ഉഷാറായില്ലേ? കാഴ്ചയുള്ളവർക്ക് അത് നഷ്ടപ്പെട്ടല്ല അവസ്ഥ. അത് ഭീകര. ജീവിക്കാനുള്ള കൊതി തന്നെ ഇല്ലാതാവും. ശരിയാ. ഇപ്പൊ നന്നായിട്ട് കാണുന്നുണ്ടാ? ചെറിയൊരു മൂടല്, എന്നാലും കുഴപ്പമില്ല. അപ്പം മരുന്നൊക്കെ ഉണ്ടാവില്ലേ? ആ, അത് മുടക്കാൻ പാടില്ല. ആ, എന്നാ ഓ, നോക്കിയിട്ടാണ്. മെല്ലെ മെല്ലെ. ആ, ഇതാരാ? വാ വാ, എന്താ വേണ്ടേ? ആ പോയതാരാന്നറിയാ? നിങ്ങളെ അച്ഛൻ്റെ കണ്ണുകൊണ്ടാ തമ്പുരാനിപ്പോ കാണുന്നത്. അച്ഛന്റെ കണ്ണുണ്ടോ? അതെങ്ങനെയാ? കുട്ടപ്പായി മരിച്ചപ്പോ ആ കണ്ണ് തമ്പുരാനാ കൊടുത്തത്. അതുകൊണ്ട് തമ്പുരാനിപ്പോ എല്ലാം കാണാം. ആ ജമാലെ, നല്ല തിരക്കുണ്ട്. ചായ എടുത്ത്. അത് നമ്മുടെ അച്ഛനല്ല. വെറുതെ വാശി പിടിക്കല്ലേ. നമുക്ക് വീട്ടിൽ പോവാം. എനിക്കറിയില്ല, ചെലപ്പോ നമ്മളെ മറന്നതായിരിക്കും. കൊറേ ദിവസമല്ലേ നമ്മൾ അച്ഛൻ പോയിട്ട്. പറയുന്ന കേക്ക്. ഇങ്ങോട്ട് വാ. സ്വപ്നത്തില് നമ്മളെ കാണാൻ വരുന്ന് പറഞ്ഞതല്ലേ? അച്ഛനും അമ്മയെ പോലെ ഇപ്പൊ നമ്മളെ വേണ്ടാതായോ?
വക്കീലെ, പടനിലത്ത് നിന്ന് ശരി. തറവാടിൻ്റെ കീഴിലുള്ള കൃഷിയിടങ്ങൾ തൊഴിലാളികളുടെ പേരിലും മറ്റ് സ്വത്തുവകകൾ നിങ്ങൾ മക്കളുടെ പേരിലുമാണ് എഴുതി വെച്ചിട്ടുള്ളത്. എന്തിനാണ് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, പക്ഷെ ഇതിൽ അച്ഛനൊന്നും എഴുതി വെച്ചിട്ടല്ലോ. 3 മക്കളില്ല എനിക്ക്, അത് മതി. തറവാടെങ്കിലും ഒന്നും വേണ്ട. മൂത്തയാളെന്ന നിലയ്ക്ക് നിനക്കിരിക്കട്ടെ ഈ തറവാടിന്റെ അവകാശം. തന്ന സ്വത്തുവകകൾ പകയും വിദ്വേഷവുമില്ലാതെ പരസ്പരം പങ്കുവെച്ച് സന്തോഷത്തോടെ കഴിയുക. സത്യമുള്ള മണ്ണായത്, ഇതിനെ നോവിക്കരുത്. പടനിലത്ത് ചന്ദ്രഭാനു തമ്പുരാന്റെ ഭരണകാലഘട്ടം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഗാർഹസ്യവും വാനപ്രസ്ഥവും യഥാവിധി ചെയ്തു കഴിഞ്ഞു. ഇനി സന്യാസമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കണം. യാത്ര ചോദിക്കുന്നില്ല, ഇറങ്ങുകയാ. അച്ഛാ, ഞാൻ കൊണ്ടുവിടാൻ തമ്പുരാനെ. ചെങ്കോലും കിരീടവും ഉപേക്ഷിച്ചയാൾക്ക് ഒരു ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ പാടില്ല. കണ്ടോ, മനുഷ്യന്റെ ദൂരെ ഒരിക്കലും അവസാനിക്കില്ലത്രേ. എല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോഴും മണ്ണിനോടുള്ള ആർത്തി തീരുന്നില്ല. പക്ഷേ ഇത് ദൂരെയല്ല മക്കളെ, മണ്ണിനോടുള്ള ആത്മബന്ധമാ. നീണ്ട 51 വർഷം അടക്കി ഭരിച്ച മണ്ണിനോടുള്ള പ്രണാമം. ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല, നീയും ഞാനും ആരും. കുറുപ്പേ, നിനക്ക് തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. കാൽച്ചുവട്ടിലെ മണ്ണ് വരെ പകർത്തു കൊടുത്തു. ആയ കാലത്ത് എൻ്റെ കൂടെ കളിച്ചും ചിരിച്ചു. നീ നിന്നെ തന്നെ മറന്നുപോയല്ലോടു. അബദ്ധമല്ലേ? ഇല്ല തമ്പുരാനെ, ഒരു 100 ജന്മം കൊണ്ട് കിട്ടേണ്ട സ്നേഹം അങ്ങനെക്ക് തന്നിട്ടുണ്ട്. അത് മതി. കാത്തിരിക്കാൻ ആരുമില്ല, എങ്ങോട്ടെന്നറിയില്ല. വെളുപ്പിനെ ഞാനും ഇറങ്ങും. കുഞ്ഞേച്ചി നിക്ക്. ആ ചാച്ചൻ നിങ്ങൾ ആരാ മക്കളെ? ഞങ്ങള് കുട്ടപ്പായിന്റെ മക്കളാ. ഞങ്ങളുടെ അച്ഛന്റെ കണ്ണാ തമ്പുരാന വെച്ചത്. ഈ കണ്ണ് നോക്കി നമ്മൾ കൊറേ നടന്നു. ഞങ്ങളെ മക്കളെ ഒന്ന് വിളിക്കൂ. മക്കളെ, ഞങ്ങളുടെ കൂടെ വരുവോ? ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങളുടെ കൂടെ വരുമോ? ഞങ്ങൾക്ക് ആരുമില്ല. കുട്ടപ്പായി ഉറങ്ങുന്ന മണ്ണല്ലേ,
വലിയ പുണ്യസ്ഥലം വേറെ ഇല്ലെന്ന്. ഞാൻ വരാം മക്കളെ. തുടിമരം എന്ന ഗ്രാമത്തിൻ്റെ നന്മയും പരിശുദ്ധിയും ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു. നന്മ നിറഞ്ഞ മനസ്സുമായി ആളുകൾ തുടിമരത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. കരളെ കരളെ നിനക്കാരാകാൻ ആഗ്രഹം? ആരെങ്കിലും ആകണം. പിന്നെ കുഞ്ഞേച്ചി അച്ഛനെ പോലെ നാട്ടിൽ മുഴുവനും മരം വെച്ച് പിടിപ്പിക്കണം. അതിൽ പക്ഷികളും പൂമ്പാറ്റകളും അണ്ണാരക്കണ്ണലും. ഹായ്, എന്ത് രസമായിരിക്കല്ലേ കുഞ്ഞേച്ചി. ഇതൊന്നും കാണാൻ കണ്ണുകളില്ലാത്ത എത്ര ആളുണ്ട് ഇവിടെ. നമുക്കും കണ്ണു കൊടുക്കണം കുഞ്ഞേച്ചി. കൊടുക്കണം. നീ ഒന്ന് ഉറങ്ങി കരളെ. കുഞ്ഞേച്ചി, അച്ഛൻ പാടുന്ന പാട്ടൊന്ന് പാടുവോ? പാടി പാടി ഉറക്കാം കുഞ്ഞോളെ, താമര പൂമിഴി പൂ